അങ്ങനെ കുറേ യുവാക്കളുടെ സിനിമ അങ്ങ് തിയേറ്ററിലേക്ക് എത്താൻ പോവാ. ധീരൻ ഏറ്റവും യുവാവ് ആരിൽ നിന്ന് തുടങ്ങണം? അശോകൻ ചേട്ടാ എങ്കിലും മനോഹരൻ അവിടെ കൈ കിട്ടി, അവിടെ കിട്ടി. ഏറ്റവും പ്രായം കുറഞ്ഞത് വെച്ച് എല്ലാം കൊണ്ടും അങ്ങനെ പോകണോ എങ്ങനെയാണെന്നുള്ള എങ്ങനെയാണെങ്കിലും പ്രായം കുറഞ്ഞ ഹൈദരാലിക്ക് ഇഷ്ടമുള്ള ചോദ്യം ഇഷ്ടമുള്ള ആളോട് ആദ്യം ചോദിക്കാം അല്ലേ? ഇതോ ഹൈദരാലിയാണ്. അതെങ്ങനെയാ ഇങ്ങോട്ട് തിരിച്ചത്? ഹൈദരാലിക്ക് ഇഷ്ടമുള്ള ചോദ്യം ഇഷ്ടമുള്ള ആളോട് ഏറ്റവും ഇഷ്ടമുള്ള ആളോട് ചോദിക്കാം. ധീരൻ എങ്ങനെയുണ്ട്? 5 പേരോട് ഒറ്റ ചോദ്യം. നന്നായിരിക്കും. സൂപ്പർ. ധീരൻ സൂപ്പറോ സൂപ്പർ മതി. ഇപ്പം മനസ്സിലായി, എനിക്ക് എല്ലാവരോടും ഒരേപോലെ സ്നേഹമായിട്ട് ഇങ്ങനെ യാത്രയാണ് ഈ സിനിമ. അത് മതി. എനിക്കതറിയായിരുന്നു. അങ്ങനെ ചോദിക്കുള്ളന്ന് എനിക്കറിയാം. അതറിയാല്ലേ? അശോകൻ വിചാരിച്ച അശോകനോട് ചോദിക്കും. എനിക്കറിയാം അങ്ങനെ ഒരു പക്ഷഭേദം കാണിക്കില്ല. നടുക്കുള്ളവരോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അത് അവിടെ കയറിയിരുന്നു. അല്ല, ഇരിപ്പിൽ തന്നെ ലുക്കുണ്ട്. ഇരിപ്പിൽ തന്നെ ലുക്കുണ്ട്. ഒരു കാർന്നൂരിക്കണം. ലുക്കിൽ തന്നെ ഒരു ഇരിപ്പുണ്ട്. അല്ല അതെന്താ മുളച്ചിട്ടില്ല. അല്ല അത് ഹൈദരാലി പറഞ്ഞ അർത്ഥം വേറൊന്നുമല്ല. ഇതിൽ ശരിക്കുള്ള ഏറ്റവും ചെറുപ്പക്കാരൻ ഞാനാണെന്നുള്ള പറഞ്ഞ അർത്ഥം. അതെ, ചെറുപ്പക്കാരാണ്, പക്ഷെ എല്ലാവരിലും സീനിയർ അശോകൻ. പെരുവഴിയമ്പലം മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ 1978 ശ്രീ പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച പെരുവഴിയമ്പലം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഒരു മണിമുത്താണ് മകൻ രാമൻ. ആ എക്സ്പീരിയൻസ് ഇവിടെ ആർക്കും ഇല്ല. 78 ആണ്. ഞാൻ 84. മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഞാൻ 85. രാജേഷ് ഞാൻ ഏകദേശം ആ സമയത്തൊക്കെ ജനിച്ചു. അല്ല, ഈ ജഗദീഷൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു പടത്തെ വർക്ക് ചെയ്തു. വാസ്തവത്തിൽ അതിന് മുമ്പ് ഇടവേള സിനിമ വർക്ക് ചെയ്തു. പക്ഷെ അത് അഭിനയമല്ല, ജഗദീഷ് അത് ഡബ് ചെയ്തു. NCC ഓഫീസർ ഒരു അപ്പൊ അതിൽ NCCയുടെ ചില ബേർഡ് ഓഫ് കമാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു. അത് എന്നെ കൊണ്ട് ഡബ് ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെ ആ സിനിമയിൽ അങ്ങനെയാണ് അശോകൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് ഇത്ര വലിയ ഒരു സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും അന്ന് വിചാരിച്ചു. ഡബ് ചെയ്ത സംഭവം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച പടം ജാലകമാണ്. ജാലകൻ അതോടുകൂടി ഞാൻ തകർന്നു. അതല്ല, ഇങ്ങനെ ഒരു നല്ല ഒരാളിനെ കിട്ടിയ സന്തോഷം. അല്ല, തകർന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രമാണ് പറഞ്ഞത്. കഥാപാത്രം അശോകനെ കൊണ്ട് ഒരുപാട് ക്രൂരമായ കാര്യങ്ങൾ ചെയ്യിക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. വിദ്യാർത്ഥി നേതാവ് അശോകനെ കൊണ്ട് ഒരു കൊല വരെ ചെയ്യിക്കുന്നുണ്ട്. അതൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് എനിക്ക് കുറ്റപ്പെടും. ഒരാളെ യഥാർത്ഥ ഒരു സ്വഭാവം കാണിച്ചിട്ടുള്ള സംഭവം ആ കൊല ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുക. അശോകനെ കണ്ട എപ്പോ അവിടെ വെച്ച് കണ്ട അന്നത്തെ അശോകനല്ല. അന്നത്തെ ജാലകം സമയത്തുള്ള അശോകൻ ഈ പറഞ്ഞ ജെയിംസ് പറയുന്ന അനുസരിച്ച് വേറെ ഒരാളെ കത്തിയെടുത്ത് കുത്തുക. ഇന്ന് അശോകനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല. തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളുമായി മുന്നേറുന്ന ഒരു നടനാണ്. ഒന്നും കേട്ടിട്ടില്ല. ഇന്ന് വേറെ കാര്യമുണ്ട്. ഏറ്റവും കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ ചോദിച്ചു, വ്യക്തമായ ഒരു മറുപടി പറയും. അതിനുവേണ്ടി മീശ പഠിച്ചിട്ട് വന്നിരിക്കുക. പക്ഷേ ഞാൻ തന്നെ ചോദിക്കും, ഞാനിതൊന്നും വേണ്ടാന്ന് വെച്ച് വന്നേക്കളാം. നമുക്ക് നല്ല ഉറച്ച നിലപാടുമായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കും കൂടി തരുവാണ്. എന്റെ അടുത്ത് പറഞ്ഞു, സാധാരണ ഈ ഹൈദരാലി ഒരുപാട് പേരെ കുഴപ്പിക്കാറുണ്ട്. ഇന്നത് നടക്കില്ല. എന്ത് ചോദിച്ചാലും ഞാൻ മറുപടി ആയിട്ടാണ്. ഞാനിപ്പോ ഈ ധീരം കഴിയുന്ന വരെ എല്ലാ ദിവസവും ജഗദീഷിനെ ദുസ്വപ്നം കാണാറുണ്ട്. ഇനിയിപ്പോ ഉള്ള കാര്യം ഇനിയിപ്പോ ഹൈദരാലി കൂടി ഞാൻ അങ്ങനെ കാണണമെന്നുള്ള പറയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.